ഇത് നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, വീട്ടിലെ പുതിയ അംഗം എന്ന് പറഞ്ഞിട്ട്? ആ, അവളാണിത് കേട്ടാ, ടിൻറ്റുട്ടൻ എന്നൊക്കെ വിളിക്കും സ്നേഹം വരുമ്പോൾ. അപ്പോൾ ഇവളെ ഉണ്ണേട്ടൻ പോണേക്കാൾ മുൻപേ കൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഴയ ഞങ്ങളുടെ റോട്ട് വീലർമാരുടെ കൂടാണ്. ഇതിനുള്ളിൽ ഇവളെ കാണുമ്പോഴേ കുഞ്ഞൊരു എലിക്കുട്ടിയുടെ പോലെയാണ് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പോൾ ആൾ ഉഷാറായി, കുറച്ചൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടി കുട്ടി കുറുമ്പുകളും ഒക്കെ ഉണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ പുറമെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര കുരയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവൾക്ക് എല്ലാവരും അമ്മായിയുടെ മക്കളാണ്. അതാണ് അവസ്ഥ. ആര് വന്നാലും കുരയ്ക്കൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കും വാലൊക്കെ കാട്ടിയിട്ട്. ഇപ്പോൾ എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ ഈ രാവിലെയും വൈകിട്ടാണ് അഴിച്ചിടുക. അപ്പോൾ ഈ കസേരയുടെ ചോട്ടിൽ വന്നിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കും ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് ചിലപ്പോഴൊക്കെ ഷട്ടിലൊക്കെ കളിക്കുമ്പോൾ കോക്കൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടൊക്കെ ഓടും. അങ്ങനത്തെ കുറുമ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കോൺക്രീറ്റ് കട്ട എടുത്തിട്ട് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ അതിന് ചീത്ത പറയാം, രാവിലെ ഉച്ചയ്ക്കൊക്കെ നിനക്ക് ഞാൻ ഇത് പാത്രത്തിലിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാനായിട്ടേ. അപ്പോൾ അത് പറയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ പോവുക, ഞാനൊന്നല്ല എന്നുള്ള രീതിയിൽ. പിന്നെ മക്കളാണ് കേട്ടോ അതിനൊക്കെ നോക്കുക. ഞാൻ ഇവരൊന്നും തൊടാറില്ല, അതുപോലെ വീടിനകത്തൊന്നും കയറ്റാറില്ല. എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ലാത്ത കാര്യം. ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷേ ടച്ചിങ്സ് ഇല്ല. പിന്നെ അവരാണ് കൂടുതൽ നോക്കുകയെന്ന് വെച്ചാലും അവർ ഒരു 100 വട്ടം പറഞ്ഞാലും അവരൊന്നും അനുസരിക്കാറില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഇവർ എല്ലാം അനുസരിക്കും. അതാണ് അവസ്ഥ.